ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് എടവും വലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് പരിപാടികളുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ആയിഷയുടെ ഷൂട്ട് എടുക്കാനായിട്ട് പറ്റാത്തൊരു ദിവസമാണ്. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ അർജൻറ്റായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഇറങ്ങി തന്നെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങോട്ടാണ് പോണത്, എന്തിനാണ് പോണത്, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എന്നെ കണ്ടറിയാം. അപ്പോൾ ഞാനിതാ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറ്റി പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇതാ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാമാർത്തിൻ്റെ സിറമൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് മാമാർത്തിൻ്റെ സൺക്രീം അതും ഇട്ട് കൊടുത്തു. പിന്നെ എന്താ പറയുക, മാമാർത്തിൻ്റെ ഞാൻ കണ്ണെഴുതുമ്പോൾ എപ്പോഴും സാധാരണ കുട്ടികളെ കൺമശി വെച്ചിട്ടായിരുന്നു ആദ്യം കണ്ണെഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാരെന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എപ്പോഴും ചെയ്തരം മതി അതൊക്കെ കണ്ണെഴുതാൻ അറിഞ്ഞൂടാ. അതാണ് മാമാർത്തിൻ്റെ ഒരു സ്റ്റിക്ക് വാങ്ങിയിട്ട് അതായിട്ട് കണ്ണെഴുതി വെക്കുക. അതാകുമ്പോൾ പരന്ന് പോകില്ല, നല്ല വൃത്തി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ അതൊന്നുണ്ട് പരീക്ഷിച്ച് നോക്കാമെന്ന്. അങ്ങനെ കണ്ണു എഴുതി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക്കും. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല യൂസ് ചെയ്ത് നോക്കിയത് നല്ല അടിപൊളി സംഭവം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇത് ഈ ഫുൾ മാമാർത്തിൻ്റെ 4 പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാ സാധാരണ പുറത്ത് പോകുമ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ സംഭവം കഴിഞ്ഞ് ഇതാ ഫൈനൽ ലുക്ക് ഇതാ ഈ കൊലത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് ഫുള്ളായിട്ട്. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തന്നാണ്, ഹാഫായിട്ടിൽ കണ്ടിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇൻസ്റ്റയിൽ റീൽസിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ചാനൽ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടില്ല തോന്നുന്നുണ്ട്, എൻ്റെ ഒരു യൂട്യൂബിൽ കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ടല്ലേ. അങ്ങനെ ഇതാ ഞാൻ പോകാൻ വേണ്ടി റെഡിയായി. എന്തായാലും ഒരു ബൈക്കൊക്കെ ഇറങ്ങിയല്ലേ, എന്നാൽ പിന്നെ ഒരു ബാഗും കൂടി തൂക്കിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ആമസോണിൽ നിന്ന് വാങ്ങിച്ച പുതിയ ബാഗാണ് കേട്ടോ. ഞാൻ മുന്നേ കറുപ്പും പിന്നെ കാപ്പിയൊക്കെ ബാഗുകൾ ഞാൻ നിങ്ങൾക്ക് വേറെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത് ഈ കളർ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത് നോക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നേരിട്ട് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ ഡാർക്കായിട്ടുള്ളതും ഉള്ള കളറിൽ ഡ്രസ്സുകൾക്കൊക്കെ നല്ല മാച്ചായിട്ടുണ്ടാവും. നല്ല രസമുള്ളൊരു കളറായിരുന്നു. പക്ഷേ എങ്കിൽ സിംഗിളായിട്ടുള്ള ഒരൊറ്റ അറിയുള്ളൂ കേട്ടോ. പക്ഷേ എങ്കിൽ നമുക്ക് ഇതുപോലുള്ള പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ സിംഗിൾ അറിയാലും കുഴപ്പമില്ല. കാരണം നമുക്ക് മൊബൈലൊക്കെ മാത്രമല്ല ഇപ്പോൾ മൊബൈൽ കിട്ടിയ കാർഡ് അങ്ങനെയൊക്കെയുള്ള രീതി മാത്രമല്ലേ വെക്കാണ്ടാവുള്ളൂ. അപ്പോൾ അത് മതിയെന്ന് തോന്നി. പിന്നെ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും ലിസ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വെക്കണം, വലിയ ബാഗ് തന്നെ വേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും കല്യാണത്തിനൊക്കെ പോകാൻ ഈ ഒരു ബാഗാണ് സിമ്പിൾ എന്ന് തോന്നിയപ്പോൾ അത് വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ ഈ വലിയ വള്ളി ആക്കിയിട്ട് നോക്കിയപ്പോൾ ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ ഞാൻ വള്ളി ചെറുതാക്കിയിട്ട് കയ്യിൽ തൂക്കിയിട്ട് തന്നെ പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ പോകാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഇന്ന് അതിൻ്റെ മാല ഒന്നുണ്ട് മാറ്റിയാലോ എന്ന്. ഈ ഒരു മാല മാറ്റിയിട്ട് നമുക്ക് കല്യാണമല്ലേ, അപ്പോൾ വേറെ കുറച്ച് ലോങ് ആയിട്ടുള്ള മാല ഇട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാം മക്കളെ, ഇതിപ്പോൾ കണ്ടില്ല, ഇതാകെ എന്താ പറയുക കെട്ടുടുങ്ങി ആകെ ചളമായിരിക്കണം. കാരണം എന്നാൽ ആറ്റും ബബലും ഇത് ഞാൻ വന്നേക്ക് ആമസോണിൻ്റെ ഇത് വന്നേക്ക് കൊറിയർ വന്നേക്കാൻ ഓല കയ്യിലാണ് കിട്ടിയത്. അപ്പോൾ തെറ്റ് ഇട്ട് നോക്കലും ഫാഷൻ പരേഡൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ആകെ ഇത് ആകെ കുടുങ്ങിയിട്ട് ഒരുമാതിരി കോലത്തിലാക്കണം. ഞാനിപ്പം ഇതിൻ്റെ 1.5 മണിക്കൂർ ഒന്ന് പരിപാടി എടുത്താലും ഇത് അയക്കാൻ പറ്റും തോന്നില്ല. എന്താ ഇപ്പോൾ ഈ പെണ്ണുങ്ങളിത് കാട്ടിക്കണം നല്ലപോലെ കണ്ടില്ലേ, അതാകെ കെട്ടുടുങ്ങി. എന്താ ഞാൻ പറയാം, നല്ല രസമുള്ളൊരു മാലയായിരുന്നു കേട്ടോ. 2 ലെയറായിട്ട് ഇങ്ങനെ കിടക്കുന്നിട്ട് ഒരു മാലയായിരുന്നു. എപ്പോഴെങ്കിലും അയച്ച് കഴിഞ്ഞിട്ട് പറ്റുവെച്ചാൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. പക്ഷേ ഈടായി യോഗമില്ല, എന്ത് ചെയ്യാനാ. അപ്പോൾ എന്തായാലും ഉള്ള മാലയായിട്ടുണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് പോകാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തന്നില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഇതും കൂടി കാണിച്ചു തന്നിട്ടുണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച്. ഇത് വേറെ ഒന്നുമില്ല, നമ്മളുടെ ഇതുണ്ട് സ്ട്രെയിറ്ററാണ്, ഐക്കോണിക്കിൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് വാങ്ങിച്ചു നോക്കുകയാണ്, ഇതുവരെ യൂസ് ആക്കി നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ ഇതിങ്ങനെ വാങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഐക്കോണിക്കിൻ്റെ വാങ്ങിച്ചോ, നല്ല അടിപൊളിയാണ് എന്നൊക്കെ. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയേണ്ടത്. ഇപ്പോൾ വാങ്ങുന്നവർക്കാണെങ്കിൽ ഇരട്ടി വാങ്ങിക്കാമെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇത്ര 62% എങ്ങാണ്ട് ഓഫ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അപ്പോൾ അത് വാങ്ങില്ലായിരുന്നു. അപ്പോൾ നല്ല റേറ്റ് നല്ല കുറഞ്ഞ് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഐക്കോണിക്കിൻ്റെ അങ്ങനെ കുറഞ്ഞ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമായി തോന്നിയപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ട് എന്താണ് പാടെന്ന് ഞാൻ പറയേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും കല്യാണത്തിന് പോകാൻ റെഡിയായി. ആരുടെ കല്യാണം എന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. ഇന്ന് ഞങ്ങളുടെ തൊട്ട അയൽവാസിൻ്റെ കല്യാണം കേട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ട അയൽവാസി കുട്ടിയുടെ കല്യാണമാണ്, ഫരീദാൻ്റെ കല്യാണം. അപ്പോൾ ഞാൻ സാക്കു അളാമ അങ്ങനെല്ലാം കൂടിയാണ് പോണത് കേട്ടോ. താത്താക്ക് വരാൻ പറ്റില്ല, അതായത് ഉമ്മാക്ക് വരാൻ പറ്റില്ല. കാരണം അമ്മ ചെറുതായിട്ടൊന്ന് വീണ് കാല് ചെറുതായിട്ടൊന്ന് പണി മുടക്കിയിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് റെസ്റ്റിലാണ് ഇപ്പോൾ ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കല്യാണം കൂടണം. പിന്നെ മക്കളൊന്നും ഇപ്പോൾ ഞങ്ങളെ കൂടെ കാണാനില്ലല്ലോ എന്നല്ലേ. അപ്പോൾ മക്കളെ എവിടെയെന്നുള്ള കാര്യം ഞാൻ പറയാം. അങ്ങനെ കല്യാണം കണ്ടു, കുറേ വർത്താനൊക്കെ പറഞ്ഞു, നാട്ടിലെയും വീട്ടിലെയും കുടുംബക്കാരൊക്കെ കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുശലൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ചോറ് ഇരുന്നിട്ട് അപ്പോൾ വയറ് നിറച്ച് കല്യാണ ബിരിയാണിയൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. കാരണം ഇവിടെ മക്കളവിടെ എന്നെ കാണാഞ്ഞിട്ട് ആകെ ടെൻഷനിലായിരിക്കും. കാരണം ഒരു ഇതെല്ലാവരുടെ പേരൻസൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും. ഇന്ന് മക്കളെ പ്രോഗ്രാമാണ് കേട്ടോ, കണ്ടില്ലേ.
ഇവിടെ ഇതാ നമ്മുടെ ചുന്ദരികളായിട്ട് ആറ്റിൻ ബാബുലും കണ്ടിൽ സ്കാർഫൊക്കെ കുത്തി മാഷാ അല്ലാ ഉടുപ്പൊക്കെ ഇട്ട് ഇവിടെ വന്നപ്പോൾ ഭയങ്കര കറങ്ങലിലാണ്. ഡ്രസ്സൊക്കെ ചെയ്ത് സുന്ദരികളായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അവർ പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ബൈത്താണ് അവർക്ക്. പിന്നെ ആറ്റക്ക് ആക്ഷൻ സോങ് ഉണ്ട്, ലിനൂട്ടന് പരേഡ് ഉണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികൾ. ഒരു മത്സരത്തിന് കൊണ്ടുപോയിക്കേണ്ട എല്ലാ അൽബിയർ സ്കൂളും കൂടി ചേർന്നിട്ടുള്ള മത്സരമാണ്. അപ്പോൾ ഒരുപാട് സ്കൂളുകൾ തമ്മിലുള്ള മത്സരമാണ് കേട്ടോ. അവിടെ മർക്കസിൽ വെച്ചിട്ടായിരുന്നു, മർക്കസ് സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാനും സാക്കു അളാമി എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. ഇവിടെ കണ്ടില്ലേ പല വർണ്ണമായിട്ടുള്ള പെൺകുട്ടികളുടെ പ്രോഗ്രാം പറഞ്ഞാൽ അതൊരു രസമാണില്ലേ. എന്തായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. ആൺകുട്ടികളുടെ ഡാൻസും നല്ല ഇഷ്ടമാണ്, പെൺകുട്ടികളുടെ ഡ്രസ്സിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഇതെല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നുന്നു കേട്ടോ. ആൺകുട്ടികൾ മാത്രമല്ല ആണുങ്ങൾ ഡാൻസ് കളിക്കുന്നതും കാണാനും നല്ല രസമല്ലേ, എനിക്കന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർ തോന്നിയ ഒരു കമൻറ്റ്. അങ്ങനെ എന്തായാലും മാഷാ അല്ലാ ഓരോ സ്കൂളിലെ കുട്ടികളെ പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കാൻ കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും ഒന്നിനൊന്നും വെച്ചായിട്ട് ഓരോ സ്കൂളുകാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ കുട്ടികളല്ലേ, ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടത്തോടെ നോക്കിയിരിക്കാൻ തോന്നും. ഇവിടെ ആറ്റും ബബുലും നല്ല പീറ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബബുലൂട്ടിക്ക് അത് സ്കാർഫൊക്കെ കുത്തിയിട്ട് ചൊറിയാണ് പോലും. ഇത് അഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ആറ്റയ്ക്ക് നമ്മുടെ ഫോൺ കൊടുത്തിട്ട് ഉറങ്ങാതെ ഇരുത്തിക്കുക, കാരണം ഓൾ ആക്ഷൻ സോങ്ങിന് ടൈം ആയിട്ടുണ്ട്. പേരാണ് മാഷാ അല്ലാ. അങ്ങനെ ആറ്റക്കുട്ടി ആക്ഷൻ സോങ് ഇങ്ങനെ തകൃതിയായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മക്കളെ സ്റ്റേജിൽ ഇങ്ങനെ പാടുമ്പോൾ നമുക്ക് പാരൻസിനും കൂടെ ഒരു അത് അറിയണവരാണെങ്കിലും ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും നമ്മളെ മനസ്സും അറിയാതെ അതിൻ്റെ കൂടെ ഇങ്ങനെ പാടിയിട്ടും കളിച്ചിട്ടും ആയിക്കൊണ്ടിരിക്കൂലേ. കാരണം ഓരോ പ്രാക്ടീസും ടീച്ചേഴ്സിനും അങ്ങനെ തന്നെയായിരിക്കും. കുട്ടികളെ ഈ സ്റ്റേജിൽ ലെവലിൽ എത്തിച്ച് കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണവരെല്ലാവർക്കും ഒരു ടെൻഷനല്ലേ. എന്തായാലും അൽഹംദുലില്ലാ ആറ്റക്കുട്ടിയുടെ പ്രോഗ്രാമൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞിട്ടാ. അങ്ങനെ എന്തായാലും ഒരാളൊരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇനി ഇതാ ബൈത്തിന് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ചെസ് നമ്പറൊക്കെ കഴുത്തി കിട്ടിയിട്ടുണ്ട് ആറ്റക്ക്. ഇപ്പോൾ അതുപോലെ ദഫും ഓലെ ഗിൽറ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത പ്രോഗ്രാം മക്കളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ സ്റ്റേജിൻ്റെ അടുത്തുള്ള ചെയറിൽ ഓരോ കുട്ടികളും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മാഷാ അല്ലാ ഉഷാറായിട്ടുണ്ട്. ഇനി ഒരു കുഴപ്പമില്ലാണ്ട് കളിച്ച് കിട്ടിയാൽ മതി. കാരണം കുട്ടികൾക്കൊക്കെ ഉടുപ്പും സ്കാർഫൊക്കെ കുത്തിയിട്ട് ഭയങ്കര ഇടങ്ങറിലിരിക്കുകയാണ്. ആറ്റക്കും ബബുലുക്കും പ്രത്യേകിച്ച് ഓൾക്ക് ഇങ്ങനത്തെ ഉടുപ്പിട്ടുള്ള തീരെ ഇഷ്ടമല്ല കേട്ടോ. കുത്തുന്ന ഡ്രസ്സുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ. പക്ഷെ ഓൾക്ക് രണ്ടാക്കും മേല് ചൊറിയണ് കുത്തണെന്ന് പറഞ്ഞാൽ കുറച്ച് നേരെ അതൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ മണിക്കൂറോളം അങ്ങനെ ഇരുന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് ഓൾക്ക്. അപ്പോൾ എന്തായാലും ഇതേപോലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇതാ സ്റ്റേജിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. ഉടുപ്പൊക്കെ താങ്ങിയിട്ട് ഓരോന്നിന് കയറാൻ പറ്റണില്ല. അപ്പം ഇനി പ്രോഗ്രാം ഒന്ന് കണ്ടോക്കട്ടെ. അൽഹംദുലില്ലാ അത് മക്കളെ ബൈത്ത് പ്രോഗ്രാമും നല്ല ഉഷാറായിട്ട് നടത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ബിസി ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഓരോ ദിവസങ്ങൾക്ക് നമുക്ക് ഇറങ്ങിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ആഴ്ചയുടെ ഷൂട്ടും കാര്യങ്ങളും ഇല്ലാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങളെപ്പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇൻഷാ അല്ലാ അടുത്ത ആഴ്ചയുടെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമ. مرحبا يا مصطفى